പിറവി ദൃശ്യമായിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കും. ഭക്തിയുടെ ആഘോഷമായിട്ടാണ് പെരുന്നാളിനെ നമ്മൾ കാണേണ്ടത്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനം നമ്മെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തഖ്വ എന്നുള്ള സൂക്ഷ്മത നിറഞ്ഞൊരു ജീവിതമാണ് കഴിഞ്ഞ ഒരു മാസക്കാലം വിശ്വാസികൾ പുലർത്തിപ്പോകുന്നത്. ആ ഭക്തിക്കുള്ള ഒരു ആഘോഷമായിട്ട് പരിശുദ്ധ ഈദുൽ ഫിത്തറിനെ നമുക്ക് കാണുവാൻ കഴിയും. പെരുന്നാൾ എന്നുള്ളത് സാമൂഹ്യമായ ഒരു വിപ്ലവം കൂടിയാണ്. അതായത് അന്ന് ആരും പട്ടിണി കിടക്കുവാൻ പാടില്ല. എല്ലാവരും സുഭിക്ഷതയോടെ ആ ഒരു ദിവസം കൊണ്ടാടേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിത്ർ സക്കാത്ത്, ഈദുൽ ഫിത്തർ എന്നും ഈ പെരുന്നാളിന് പേരുണ്ട്. അപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ട് എല്ലാവരിലേക്കും സുഭിക്ഷത ഉറപ്പുവരുത്തുവാനുള്ള മഹത്തായ നിർദ്ദേശമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ പെരുന്നാൾ ഈദ് ആശംസകൾ നേരുന്നു. ഒപ്പം നമുക്കിവിടെ ആഘോഷമാണ്. അതേ അവസരത്തിൽ ഈ ആഘോഷത്തിലൊന്നും പങ്കുചേരാൻ കഴിയാതെ യുദ്ധത്തിൻ്റെയും ഏറ്റുമുട്ടലിലൂടെയും വഴിയിലൂടെയും കടന്നു പോകുന്ന രാജ്യങ്ങളുണ്ട്. അവർക്ക് സമാധാനത്തിന് വേണ്ടി എവിടെയും യുദ്ധമുക്തമായൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് സർവശക്തൻ അവിടെ ഉണ്ടാക്കുമാറാകട്ടെ എന്ന രീതിയിൽ ആ സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ പ്രയാസപ്പെടുന്നവർക്ക് ഫലസ്തീനിലുണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ട് പ്രയാസങ്ങൾ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തെ സർവശക്തൻ നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് പെരുന്നാൾ ദിവസം എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരം കിട്ടുന്ന ദിവസം കൂടിയാണ്. ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങൾ പെരുന്നാൾ ദിനത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥനാ ദിനമായിട്ട് കൂടി എല്ലാവരും അതിനെ ആചരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.